സമയത്ത് ഖദീജ റളിയല്ലാഹു ഭാര്യയോട് പറഞ്ഞു, ജമ്മിലൂനി എന്ന് പറഞ്ഞാൽ വന്നത് എനിക്ക് പുറത്ത് ചേർന്നത്. എന്താ ജമ്മിലൂനിയുടെ അർത്ഥം? ഇങ്ങനെ പുതപ്പിക്കാൻ. അടുത്തൊരു മുസ്ലിം പാട്ടിറങ്ങി ജമ്മിലൂനി എന്ന് പറഞ്ഞിട്ട്. ട്രെയിൻ വരുമ്പോൾ മടവൂർ ഷെയ്ഖ് ട്രെയിൻ തമ്മിൽ നിർത്തി. എനിക്കറിയില്ല കേട്ടോ. ഉപ്പനെ പറ്റി എനിക്ക് നല്ല അനുഭവം ഉണ്ട്. മടവൂർ ഷെയ്ഖ് എന്താണ്? എനിക്ക് വർഷം കഴിഞ്ഞു കരച്ചില്ല. അർത്ഥത്തിൽ രണ്ടൊരു സമസ്ത ആവശ്യം നമുക്കുണ്ടോ? ആവശ്യമില്ല. ഒരു രാഷ്ട്രീയമായിട്ട് ഈ സമസ്തയ്ക്ക് വന്നില്ലാണ്. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ്. ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ്, വെഡിംഗ് പാർട്ടി വെയേഴ്സ്, ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ്. ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു. ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ മനസ്സിനിണങ്ങിയത് സ്വന്തമാക്കാം. ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ്, AB കോംപ്ലക്സ്, കൂറ്റനാട് റോഡ്, നിയർ പെട്രോൾ പമ്പ്, ശാലിശ്ശേരി. നമസ്കാരം. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഇസ്മായിൽ ഉസ്താദാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം നബിദിനത്തെക്കുറിച്ചും സമസ്തയുടെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മളോട് സംസാരിക്കുക. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. അപ്പോൾ റബീഉൽ അവ്വൽ 12 നബിദിനം ആഘോഷം. ഈ നബിദിന ആഘോഷത്തിനെ കുറിച്ച് തന്നെ ഒരുപാട് വിമർശനങ്ങൾ പല ഈ സമുദായത്തിന്റെ ഒരു വിഭാഗം തന്നെ ഉയർത്തുന്നുണ്ട്. എന്താണ് അങ്ങനെ നബിദിനം ആഘോഷിക്കുന്നത് ശരിയല്ല, അങ്ങനെ ആഘോഷിക്കാറില്ല എന്നുള്ളൊക്കെ ഒരു വിമർശനം. എന്താണ് അതിനെ കുറിച്ച് പറയാൻ? അത് അവരുടേതായിരിക്കുന്ന ചിന്തയാണ്. റസൂലിനെ പറ്റി ശരിക്കും പഠിക്കാനുള്ളതായിരിക്കുന്ന സമയമാണ് നബിദിനം. അപ്പോൾ റസൂലിൻ്റെതായ ചരിത്രങ്ങൾ, റസൂലിൻ്റെ സ്വഭാവങ്ങളെല്ലാം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് ചിലതെല്ലാം അവർക്ക് പിടിക്കാത്തതുണ്ട്. പിന്നെ പല സംഭവങ്ങളും അമ്പിയാക്കളുടെ സംഭവങ്ങൾ തന്നെ ഓരോ വർഷങ്ങളായിട്ട് ഇതുപോലത്തെ ചര്യകൾ നടത്തുന്നുണ്ട്, വാർഷികങ്ങളൊക്കെ. അപ്പം അതുപോലത്തെ വാർഷികം നടത്തുന്ന സമയത്ത് വളരെ ഇതായിരിക്കും ജനങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റുമല്ലോ. ഇങ്ങനത്തെ പ്രവാചകൻ നാട്ടിൽ വന്നിരിക്കുന്നു, ലോകത്ത് വന്നിരിക്കുന്നത് ജനങ്ങളെ അറിയിച്ചു കൊടുക്കല്ലേ, ലോകം അറിയിക്കുകയാണല്ലോ, വ്യക്തികളല്ല. അതിനെ തടസ്സം ചെയ്യാനാണത്. അപ്പം അതുകൊണ്ട് റസൂലിൻ്റെ മഹത്വം ഇല്ലാതെയാക്കാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ നബിദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകന്റെ മഹത്വം പറയാ, പ്രവാചകനെ കുറിച്ച് പ്രകീർത്തനങ്ങൾ പറയാ, ഇതൊക്കെയാണ് ഇപ്പൊ നമ്മൾ നബിദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ അവരുടെ ജീവചരിത്രം കാണിച്ചു കൊടുക്കും. പക്ഷെ അതൊരു ആഘോഷമായിട്ട് നടത്തുന്നത് ശരിയല്ലെന്നാണ് ഈ പറയുന്നവരുടെ അഭിപ്രായം. അതായത് അവർ ഉദാഹരണമായിട്ട് പറയണത് റസൂല് ജനിച്ച മക്കയിൽ നബിദിനം ഇല്ല എന്നാണ്. അത് ശരിയല്ല. അത് അത്യാവശ്യങ്ങളൊക്കെ ഉണ്ട് ചില സ്ഥലത്ത്. അപ്പോൾ അവരുടേതായ ഭരണം നല്ല സമയത്ത് ഇപ്പോൾ അവിടെ മക്കയിൽ ആദ്യം ഭരണം ഉള്ളത് അവർക്കല്ലായിരുന്നു, അന്ന് മുജാഹിദുകൾക്കല്ല. അവൾ വന്നപ്പോൾ എന്തായിരുന്നു ഓരോ പരിസരങ്ങൾ ഭരിച്ചിട്ടുണ്ട്. അതിൽ പല പിന്നെ കാട്ടിക്കൂട്ടൊക്കെ കാട്ടിയത് നബിയുടെ പ്രകൃതങ്ങളും ആസാറുകൾ അല്ല മുങ്കഞ്ഞം കൊണ്ടൊക്കെയുള്ള അതുണ്ടല്ലോ ആസാറുകൾ പ്രവർത്തന ശൈലികളൊക്കെ അതൊക്കെ ഇല്ലാതാക്കിയിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ഇല്ലാതാക്കിയത്. അപ്പൊ ഇത് മജലിസൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പൊ മൗലി നടക്കുന്നുണ്ട്, മദീനത്ത് നടക്കുന്നുണ്ട്, മക്കയിൽ നടക്കുന്നുണ്ട്. പിന്നെ അവിടെ പരസ്യമായി ചെയ്യാൻ പറ്റുന്ന അവസ്ഥ അവരുടെ ഭരണമായതുകൊണ്ടിട്ട് പിന്നെ പരസ്യമായി ചെയ്യാൻ മറ്റൊരു സ്ഥലങ്ങളൊക്കെ ഉണ്ട്, രാജ്യങ്ങളുണ്ട്. പ്രവാചകൻ ജനിച്ച ദിവസത്തെ പറ്റിയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ? അതുണ്ട്. ദിവസം റബീഉൽ അവ്വൽ 12 അല്ല എന്നൊരു വിഭാഗം പറയുന്നത്. എന്താണ് അതിന്റെ ഒരു കാരണം? അത് ഈ ചരിത്രകാരന്മാര് വ്യത്യസ്തമായതാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച അറബ് മാസപ്രകാരം. അതാണ് നമ്മൾ ഇപ്പൊ എല്ലാവരും ആഘോഷിക്കുന്നതും നബിദിനം ആഘോഷിക്കുന്നതും ആ തീയതിയാണ്. അതാണ് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം റബീഉൽ അവ്വൽ 12 ആണ്. അതുകൊണ്ട് നമ്മൾ അത് പരിഗണിക്കുന്നു. പിന്നെ അതെല്ലാം ശരിയാക്കിക്കൊണ്ട് വെള്ളിയാഴ്ചയാണ് ജനിച്ചത് എന്ന് പറയുന്നവരുണ്ട്. ഉണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അത് ചരിത്രക്കാരുടെ വ്യത്യാസങ്ങളൊന്നാണ്. ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. അപ്പൊ നമ്മള് ഈ നമ്മുടെ മദ്രസകളിലൊക്കെ ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഞങ്ങളുടെ പള്ളികളിലൊക്കെ നബിദിനം വളരെ ആഘോഷമായിട്ട് നടന്നു. ഈ നബിദിനത്തിൽ നമ്മുടെ മദ്രസകളിൽ പങ്കെടുക്കുന്ന നമ്മൾ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് യാതൊരു പ്രാതിനിധ്യവും കൊടുക്കുന്നില്ല. സമസ്തയുടെ ഒരു തീരുമാനമാണത് അല്ലെ? പെൺകുട്ടികളെ റാലി പങ്കെടുക്കുക. ഇപ്പൊ ചെറുപ്പത്തൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ പെൺകുട്ടികളൊക്കെ പങ്കെടുത്തിരുന്നു, റാലിയിൽ പങ്കെടുത്തിരുന്നു, പൊതു പരിപാടികളൊക്കെ പങ്കെടുത്തിരുന്നു. അങ്ങനെ പെൺകുട്ടികളെ നബിദിനത്തിന്റെ റാലികളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ടോ ശരിക്കും? അത് അഭിപ്രായം പെൺകുട്ടികൾക്ക് തന്നെ വളർത്തിയുണ്ടാക്കുമോ? അപ്പോൾ ഈ പെണ്ണുങ്ങളും ആണുങ്ങളും പെണ്ണുങ്ങളെ പുറത്തിറക്കേണ്ടവരല്ല, അവരെ അങ്ങനെയാണ്. അപ്പൊ ഈ ചെറിയ കുട്ടികൾക്ക് അങ്ങനെ പാതാക്കി അതേക്കാൻ അവനെ പരിചയം. ചെറിയ കുട്ടികൾക്ക് നമ്മൾ അങ്ങനെ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനൊരു നിയന്ത്രണം അതാണ് സമസ്ത ഈ പെൺകുട്ടികളുടെ ഇതേക്കുട്ടി ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ പെൺകുട്ടികൾക്ക് ഉള്ളിലേക്ക് വെച്ചിട്ട് പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പൊ പുറത്തിറക്കാതെയും കണ്ടിട്ട് അവർ ചില പരിപാടികളൊക്കെ മനസ്സിൽ നടക്കുന്നുണ്ട്.
നടക്കുന്നുണ്ട്. അപ്പോൾ നബിദിനം വിട്ട് നമ്മൾ നമ്മുടെ സമുദായത്തിൻ്റെ ചില കാര്യങ്ങളിലേക്ക് വന്നാൽ, ഇപ്പോൾ പ്രാർത്ഥന, കൂട്ടപ്രാർത്ഥന പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം, മക്ബറകളിൽ പോയിട്ടുള്ള പ്രാർത്ഥന അതൊരു തെറ്റാണെന്ന് പറയുന്ന ഒരു വിഭാഗം, ശരിയാണെന്ന് പറയുന്ന ഒരു വിഭാഗം, അങ്ങനെ നമ്മുടെ സമുദായത്തിൽ തന്നെ രണ്ട് വിഭാഗം. ഉത്തരം ചെയ്യുന്നത് അത് മാത്രമാണ്. അതാണ് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. അതിലാർക്കും തർക്കമുള്ളതല്ല. ഇവിടെ ഖബറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഖബറാളിയോട് ചോദിക്കുന്നില്ല. നമ്മൾ ഒരാൾക്ക് ആവശ്യം പോവുകയാണെങ്കിൽ ഒരു വസീല എന്നാണ്, ഒരു നിങ്ങളോട് നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്, നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ മുഖേന നമ്മൾ ചോദിക്കും. ഇത് പോയിട്ട് മന്ത്രി ഉണ്ടാക്കിയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ മുഖേന പോകുന്നു. നമ്മൾ അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്തവരാണ് ഈ മഹാന്മാർ. അപ്പൊ അവര് മുഖേന അള്ളാഹോട് ചോദിക്കുക, അവരെ പോകണമെന്നുള്ളതാണ് ചോദ്യം. കാരണം നമുക്ക് നമ്മളെ സൃഷ്ടിച്ച അള്ളാഹു നമ്മളോട് പറയുന്നു എന്നോട് നേരിട്ട് പ്രാർത്ഥിക്കൂ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച പോരെ എന്നാണ് ഈ ചോദിക്കുന്നവരുടെ അഭിപ്രായം. എന്തിനാണ് ഇങ്ങനെ? അങ്ങനെ ആകുമ്പോൾ അവർ ഒരു ബന്ധം ഉണ്ടാവും. അവർ പിന്നെ അവരുടെ കാര്യക്കുന്ന ഒരു തിരിഞ്ഞോട്ടം നമ്മളൊക്കെ ഉണ്ടാവും, അവരുടെ ഈ മഹത്തുക്കളുടെ. അത് നമ്മളെ ജീവിപ്പിക്കുന്ന കാര്യമാണല്ലോ. അപ്പൊ അവരോടുകൂടെ ചോദിക്കുമ്പോൾ ചോദ്യം ചെല്ലാൻ ശീലിച്ചു വെക്കും. നമ്മളൊരു അപേക്ഷ കൊടുക്കുമ്പോൾ അപേക്ഷ ഇന്ന ആളുകൾ ഒപ്പം കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിന് പ്രത്യേക പരിഗണന ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. എന്നാ മാതിരി ഈ മഹത്തുക്കളുടെ ഒരു പരിഗണന ഒരു ഇതുണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിച്ചില്ല വാർത്ത. അതുപോലെ എനിക്ക് തവസ്സുലാക്കാന്ന് പറയും, അവർ മുഖവസിലാക്കാൻ, അല്ലെങ്കിൽ അവരോട് ഇസ്തിഖാസ സഹായം ചെയ്യാം. അവരോട് നേരെ ചോദിക്കുന്നു, അവര് നേരിട്ട് ചോദിക്കുകയോ അവർ ഉത്തരം ചെയ്യുന്നതുമല്ല, അതാരും ചോദിക്കുന്നില്ല. ഇപ്പൊ ഷെയ്ഖ് അമീനീഷാൻ എടുക്കുന്നവരുണ്ട്, ബദികളിൽ കൊള്ളിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അവർ ഉത്തരം ചെയ്യുന്നതല്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമായി പ്രചരിക്കുന്ന ചില വീഡിയോകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സമുദായത്തിൽപ്പെട്ടവരല്ലാത്ത ആളുകൾ പോലും നമ്മളോട് ചോദിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ മടവൂർ ഷെയ്ഖിനെ കുറിച്ച് ചില ഉസ്താദുമാർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പിന്നെ ഒരുപാട് അത്ഭുത കഥകൾ പോലെ ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ആ ഒരു പ്രസംഗം. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരാൾ പറയുന്നു ട്രെയിൻ വരുമ്പോൾ മടവൂർ ഷെയ്ഖ് ട്രെയിൻ തടഞ്ഞു നിർത്തി എന്നുള്ളൊരു പ്രസംഗങ്ങളൊക്കെ ഞാൻ ഒന്ന് രണ്ടെണ്ണം കേൾക്കാനിടയിട്ടുണ്ട്. അങ്ങനെ ഉള്ള കഥകൾ യാഥാർത്ഥ്യമാണോ? അത് സംഭവം ഉണ്ടോ? എനിക്കറിയില്ല. മൂപ്പർക്ക് ഉണ്ടായ അനുഭവം പോലെയാണ് പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ. എനിക്ക് മൂപ്പരെ പറ്റി എനിക്ക് നല്ല അനുഭവം ഉണ്ട്. മടവൂർ ഷെയ്ഖ് എന്താണ്? എനിക്ക് ശ്വാസം മുട്ടുണ്ടായിരുന്നു ആദ്യം ചെറുപ്പത്തിൽ. 10-20 വയസ്സ് 25 വയസ്സിലാണ് ദർസിൽ കയറിയത്. 23 വയസ്സിലാണ്. 25 വയസ്സായതിലേക്ക് ഭയങ്കര ശ്വാസം മുട്ടും. അങ്ങനെ കുറേ ഡാക്ടർമാരെടുത്ത് പിന്നെ കുന്നം കൊടുത്ത് എല്ലാ ഡാക്ടർമാരും ചികിത്സിച്ചു. അങ്ങനെ ഇടങ്ങറായി. പിന്നെ നമ്മൾ അറക്കപ്പള്ളി ഉസ്താദ് എന്ന് പറയും. അപ്പോൾ പോയത് ബന്ധമുണ്ട് ഉസ്താദ്. ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ സൂക്കടുണ്ട്, ശ്വാസം മുട്ടാണ്, ക്ലാസ് എടുക്കാൻ വയ്യ, പ്രസംഗിക്കാനൊന്നും വയ്യ. അത് വേണ്ട, പിന്നെ ശ്വാസം മുട്ട് വേണ്ട, പ്രസംഗിക്കണം, ക്ലാസ് എടുക്കണം, അല്ല ശരിയാവും ഇതേ പറഞ്ഞോളൂ. പിന്നെ അത് മുതൽ ഇതുവരെയൊക്കെ എനിക്ക് സന്തോഷില്ല, ശ്വാസം മുട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അക്കറാമത്തുകളുടെ ഒരു ദൃക്സാക്ഷിയാണ് ഉസ്താദ്. അതാണ് അല്ലേ? അതെ. ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ചൊക്കെ സത്യമുണ്ട്. പിന്നെ ഈ പ്രസംഗത്തിന്റെ ഒരു ശൈലിയിൽ കുറച്ച് പൊലിപ്പിച്ച് പറയുന്നതാവാനും സാധ്യത അല്ലേ? അപ്പൊ അതിനൊരു യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ളതാണ്. വേറെ സംഭവം അവർ തന്നെ എന്റെ ഭാര്യക്ക് മനസ്സിലാക്കില്ലേ, ഭാര്യക്ക് അതിന് ഞാൻ കുറെ വിഷമിച്ചു. കുറച്ചൊന്നുമല്ല, 4-5 കൊല്ലം അതുമായിട്ട് കിടങ്ങറായിട്ട് പൈസ കണക്കില്ല, ഭയങ്കര പ്രശ്നം. എന്നെ കണ്ടുകൂടാ കാര്യമായിട്ട് നോക്കുന്നത്. ഇതുമാതിരി തന്നെ ഞാൻ ഇവിടെ മടവിൽ പോയി സ്ഥാനെടുത്ത് അവർ ചെന്ന്. അപ്പോൾ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ വേണ്ട, അതൊന്നുമില്ല, ഒക്കെ സുഖമാണ്, ഞങ്ങളെ കാണും, നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളെല്ലാം പരിചരിക്കും എല്ലാം മുമ്പ് പറയാം. ഞാൻ രാത്രി വന്നപ്പോൾ ഒരു 12 മണി ഞങ്ങൾ വസ്ത്രമൊക്കെ തുടങ്ങിയിട്ട് ചെന്നു. ചെന്ന് വാൽ മുട്ടിയപ്പോൾ അത് പറഞ്ഞോളാം പറഞ്ഞിട്ട് ചോദിക്കാം, ഭക്ഷണം കഴിച്ചു കരച്ചില്ല. ശരി, നമ്മൾ പറയണം ഭക്ഷണം കഴിച്ചോ ചോദിക്കണം. ശരി, അത് സംസാരമായിട്ട് 5 കൊല്ലങ്ങളേ. ഇത് മടവൂരിൻ്റെ ഗ്രാമത്താണ്. ഞാൻ സംശയമില്ല, കാരണം അതിന് ഞാൻ ദേഷ്യം ഒരു സംഭവമില്ലല്ലോ. ശരി. ഉസ്താദ് സമസ്ത കേന്ദ്ര മുഷാവറ അംഗല്ലേ? അതെ. ഉസ്താദ് എത്ര വർഷമായി സമസ്തയിൽ അംഗമായിട്ട്, ഭാരവാഹിയൊക്കെയായിട്ട്? ഈ സമസ്ത മുഷാവറയിലൊക്കെ അംഗമായിട്ട് എത്രയായി? 4 കൊല്ലം. 4 കൊല്ലമായിട്ടുള്ളത്. അപ്പോൾ സമസ്ത 2 സമസ്ത ഉണ്ട്, ഇ കെ സമസ്ത, എ പി സമസ്ത.
ആശയപരമായിട്ട് ഒരു വ്യത്യാസമില്ല. എല്ലാം ഖുർആനും സുന്നത്തും പ്രവാചകനും ഒക്കെ അംഗീകരിക്കുന്ന അഭിപ്രായ വ്യത്യാസമാണ്. അഭിപ്രായത്തിനും മറ്റേ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടല്ലേ രണ്ട് സമസ്തയായത്. അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. അല്ല പിന്നെ ഇങ്ങനെ AP സമസ്ത ഉണ്ടാവാനുള്ള കാരണം അഭിപ്രായ വ്യത്യാസമല്ലേ? അതെ അഭിപ്രായത്തിലാണ്. അപ്പോൾ ഒരു വിഷയത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളൊരു സംഘടന, ഒരു വിഷയം നടത്തുകയാണെങ്കിൽ, ഒരു സമ്മേളനം നടത്തുക. അപ്പോൾ ആ സമ്മേളനം നടത്തുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ പറയും അത് അവിടെ ഇപ്പം നടത്തേണ്ട, ഞങ്ങൾക്ക് അപ്പോൾ ഒരു വിഭാഗം തെറ്റും. അപ്പോൾ അത് അങ്ങനെ തുടരണം. യഥാർത്ഥത്തിൽ രണ്ടൊരു സമസ്ത ആവശ്യം നമുക്കുണ്ടോ? ഇല്ല, ആവശ്യമില്ല. ഒന്നാവാനുള്ള സാധ്യതകളുണ്ടോ? അത് പ്രയാസത്തില്ല. അപ്പോൾ കുറേ ശ്രമിച്ചിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സമസ്തൻ്റെ പ്രസിഡന്റ് ജിഫിനി മുത്തുക്കോത്തങ്ങളാണ്. മൂപ്പര് വളരെ പാടുപെട്ടിരിക്കണം അതിന് വേണ്ടിയിട്ട്. സാധിക്കുന്ന തങ്ങളും അതിന് കുറേ പാടുപെട്ടു. പക്ഷെ അത് ശരിയാവുമെന്ന് വിചാരിച്ചാൽ കാണപ്പെട്ടെന്ന് പിന്തിരിയാണ്. അപ്പോൾ അത് എന്തോ അറിയില്ല, ശരിയാവാൻ പ്രയാസത്തിലായിപ്പെട്ടത്. അവർ നേതാക്കളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ആയിക്കിട്ടെങ്കിൽ നോക്കി. സ്ത്രീകള് പൊതുരംഗത്തേക്ക് ഇറങ്ങി വരാൻ പാടില്ല, സ്ത്രീകൾ വീട്ടിലിരിക്കേണ്ടവരാണ്, പൊതുരംഗത്തേക്ക് വരരുത് എന്നുള്ളതാണ് ഇപ്പോഴും സംസ്ഥയുടെ നിലപാട്. ആ നിലപാടിന് ഒരു മാറ്റവും വന്നിട്ടില്ല, വരാൻ സാധ്യതയില്ല. പിന്നെ ഇപ്പോൾ മദ്രസകളെ കുറിച്ച് തിരിച്ചു വരികയാണ്. ഇപ്പം ഈ നമ്മുടെ മദ്രസ അധ്യാപകന്മാരെ കുറിച്ച് പല ആരോപണങ്ങളും പല വിഷയങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് മദ്രസകളിൽ അധ്യാപകരെ കുറിച്ചുള്ള പീഡന കഥകൾ സ്വാഭാവികമായിട്ടും എല്ലാ തലത്തിലും ഇത് നടക്കുന്നുണ്ട്. പക്ഷെ മദ്രസകളിൽ നടന്നാൽ ഇതൊന്നും കൂടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉസ്താദ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ ചെയ്താൽ ഇതൊന്നും കൂടി വൈറലാവും, അതോട് കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. സ്ത്രീകളെ പുറത്തിറക്കരുത് എന്നുള്ള ഒരു നിയമം വരുന്നത് പോലെ തന്നെ മദ്രസകളിൽ ഉസ്താദുമാരെ നിയമിക്കുമ്പോൾ അതിനൊരു മാനദണ്ഡം ഉണ്ടാക്കിക്കൂടെ? അതുണ്ട്, നാണകളുണ്ട്. അവർക്ക് പിന്നെ ട്രെയിനിങ് വേണം, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വരുമ്പോൾ തന്നെ മദ്രസന്റെ കമ്മിറ്റിക്കാർ പ്രത്യേകം കാര്യങ്ങൾ പറയും. ഇവിടെ എങ്ങനെ നീങ്ങണം, കുട്ടികളെന്നെ വരെ പെരുമാറ്റം വരാൻ പറ്റുള്ളൂ, അടിമൂലം ഉണ്ടാക്കരുത്, ഉണ്ടാക്കരുത്. ഞങ്ങൾ ഇപ്പം ഞാൻ മദ്രസന്റെ പ്രസിഡന്റ് ഞാൻ തന്നെയാണ്. അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇതിപ്പോ ഒരു എല്ലാ സ്ഥലത്തും നടക്കുന്ന സംഭവങ്ങളാ. സ്ത്രീകളെ അല്ലെങ്കിൽ മദ്രസയിലെ പെൺകുട്ടികളെ പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല, അവരകത്തിരിക്കേണ്ടവരാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും കേരളത്തിലെ 99% മദ്രസ, 100% എന്ന് വേണമെങ്കിൽ പറയാം, മദ്രസകളിലും അധ്യാപകർ പുരുഷന്മാരാണ്. പ്രായപൂർത്തിയായ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നത് പുരുഷന്മാരാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ ചെറിയൊരു വിവേചനം അവിടെ നിലനിൽക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഈ മദ്രസകളിൽ സ്ത്രീകളെ അധ്യാപകരാക്കിയ? എന്താ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ചെയ്യാത്തത്? മദ്രസകളിൽ ഇല്ലല്ലോ. സമസ്തയുടെ ഏതെങ്കിലും മദ്രസകളിൽ സ്ത്രീകളായിട്ടുള്ള ആളുകൾ അധ്യാപകരുണ്ടോ? അറബി കോളേജിലുണ്ടോ? ഓക്കെ, മദ്രസകളിലില്ല. മദ്രസകളിലില്ല, ഒരു മദ്രസ കൊടുത്തതൊക്കെ ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു 4 അധ്യാപകരുള്ള ഒരു മദ്രസയിൽ ഒരു 1-2 അധ്യാപികമാരാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പകുതി വരെ പരിഹാരമാണ്. അല്ല, അപ്പൊ അങ്ങനെയാകുമ്പോഴേ പിന്നെ അവരും കൂട്ടുകാരല്ലേ, കലർച്ച വരും. ആര്? ഈ അധ്യാപകരും അധ്യാപികമാരും. ഇത് നമ്മുടെ അറബി കോളേജിൽ നടക്കണില്ലേ? അത് നമ്മൾ അംഗീകരിച്ചിട്ടില്ലേ? അറബി കോളേജിൽ ഇപ്പൊ അങ്ങനെ നടക്കണ്ടേ? അറബി കോളേജുകളിൽ അധ്യാപകരുണ്ടല്ലോ, അധ്യാപികമാരുണ്ടല്ലോ, മിക്സഡ് ആയിട്ടല്ലേ? അപ്പോൾ അവിടെ ഇതുണ്ട്. മദ്രസകളിൽ ഈ ഒരു സംവിധാനം സമസ്തന്റേതായിരിക്കും സ്ഥാപനം ഉണ്ടാവുന്നില്ല. ഇല്ല, സമസ്തല്ല ഞാൻ പറഞ്ഞു. സമസ്ത അല്ലെങ്കിലും അതിന് പുറത്തുള്ളവരും മുസ്ലിങ്ങളാണല്ലോ. പക്ഷെ സമസ്തയുടെ കീഴിലുള്ള അറബി കോളേജുകളിൽ ഉണ്ടല്ലോ. അവിടെ ഇല്ലേ? അല്ല, സ്ത്രീകളായിട്ടുള്ള അപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികമാരില്ലേ? അവിടെ പുരുഷന്മാരില്ലേ? ഇല്ല, സ്ത്രീകളും ആൺകുട്ടികളെ പുരുഷന്മാരുമാണ് അവിടെ പഠിപ്പിക്കുന്നത്. അല്ല, ഞാനിതെന്റെ ഒരു സംശയം ചോദിച്ചതാണ്. കാരണം മദ്രസകളിൽ അങ്ങനെ അല്ല, നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണ്ട. അല്ല, നമ്മളിപ്പോ ഒരാളോ 2 വിചാരിച്ചാൽ ഒരു സിസ്റ്റം മാറ്റാൻ പറ്റില്ല. ചോദിച്ചു ഇവിടുന്ന് നമുക്ക് ഒരു വിഭാഗം ചോദിച്ചു, ഇങ്ങനെ ചെയ്തുകൂടെ? ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് അവർക്ക് മാത്രമായിട്ടൊരു സ്വന്തമായിട്ട് ബിൽഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തിരക്കണമൊന്നുമില്ല. സമസ്തയോട് ചോദിച്ചിട്ട് പാസ്സാക്കാൻ പറ്റുള്ളൂ. അതെ. അല്ല, സംഘടന ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു അപ്പെക്സ് ബോഡി ഏതാണോ അവര് തീരുമാനം എടുത്തിട്ട് ആ തീരുമാനം നടപ്പിലാവുമ്പോഴാണ് ഇത് നടപ്പിലാവുള്ളൂ. അല്ലാതെ ഇപ്പൊ അതിൽ തന്നെ 1-2 ആളെ പറഞ്ഞത് കൊണ്ട് പോലും നടപ്പിലാവില്ല സംഭവം. അപ്പൊ ഒരു സംഘടനാപരമായിട്ടുള്ള തീരുമാനം എടുക്കണം, എന്നാലാണ് നടപ്പിലാവുള്ളൂ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ അടുത്ത കാലത്ത് സമസ്ത ലീഗുമായിട്ട് ഭയങ്കര ഒരു കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായ പോലെ സംസാരങ്ങളുണ്ടായി. സമസ്തയും ലീഗും തമ്മിലുള്ള യഥാർത്ഥത്തിൽ സമസ്തയും ലീഗും തമ്മിലുള്ള ബന്ധം എന്താണ്?
സമസ്ത ലീഗുമായിട്ട് ലീഗ് അത് രാഷ്ട്രീയം സമസ്ത ലീഗ് ഒരു രാഷ്ട്രീയമായിട്ട് ഈ സമസ്തക്ക് ബന്ധമില്ലാണ്. ഒരു രാഷ്ട്രീയമായിട്ട് സമസ്തക്ക് ബന്ധമില്ല പ്രത്യേകിച്ച്. പിന്നെ ഈ ലീഗുമായിട്ടുള്ള ഒരു അടുപ്പം വരാൻ കാരണം പാണക്കാട് തങ്ങന്മാരെല്ലാം സമസ്തന്റെ ആൾക്കാരാണ്. അപ്പൊ സമസ്തയെ ശക്തിപ്പെടുത്തുന്നതെല്ലാം പാണക്കാട് ഇപ്പോഴത്തെ സാദിഖലിന്റെ തങ്ങളുടെ ഉപ്പ പൂക്കോയ തങ്ങൾ അവരൊക്കെ അതിന്റെ ആൾക്കാരെയാണ്, സമസ്ത ആൾക്കാരാണ്. അവരെ കീഴിലാണ്. അപ്പൊ അവരെ പറഞ്ഞിട്ട് അവരുടെ ആക്കാൻ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. ആ നിയമത്തിനെ പോകുന്നു. ഇപ്പൊ വാഹി തങ്ങള്, പിന്നെ പൂക്കോയ തങ്ങള് ഒക്കെ ആദ്യം, പിന്നെ മുഹമ്മദ് ശഹാബ് തങ്ങളൊക്കെ തന്നെയാണ് ആ നിയന്ത്രണത്തെ പോകുന്നത്. അപ്പൊ അത് കൂടുതലായിട്ട് എന്തായിരുന്നു ഒരു ബന്ധം സമസ്തമായിട്ട് ലീഗുമായിട്ട് വന്നു. ലീഗുമായിട്ടല്ല, ലീഗൊന്നുമില്ല. രാഷ്ട്രീയപരമായിട്ട് നമുക്ക് സമസ്തക്ക് ഒരു പാർട്ടിയോടും ബന്ധമില്ല, അങ്ങനെ ഒരു പ്രത്യേക താല്പര്യമില്ല. അതാത് സമയത്ത് വരുന്ന രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് സമസ്തയിലെ പലർക്കും വോട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതൊന്നും രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലല്ല. അങ്ങനല്ലേ പറഞ്ഞു? ഇതിലുണ്ട് സമസ്തയിൽ തന്നെ പല ആൾക്കാരുണ്ടാവും. ലീഗിലുള്ള ആൾക്കാരുണ്ടാവും, കോൺഗ്രസിലുണ്ടാവും, മാർക്സിസ്റ്റിലുണ്ടാവും, അനുഭവിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ബന്ധമില്ല. സമസ്ത ഒരു സ്വതന്ത്ര സംഘടനയാണ്. സ്വന്തം സംഘടന, സമൂഹത്തിൽ നമ്മുടെ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന. എന്നതിലപ്പുറം മറ്റൊരു രാഷ്ട്രീയം സമസ്തക്കില്ല. ഇപ്പൊ ഭരിക്കുന്ന രാഷ്ട്രീയക്കാരോട് പിന്നെ ആവശ്യപ്പെടും. തീർച്ചയായിട്ടും അതിപ്പോ ഏത് പാർട്ടി ഭരിക്കുകയാണെങ്കിലും നമുക്ക് കാര്യങ്ങൾ നടക്കണമെങ്കിൽ അവർ വേണം. അപ്പൊ അവരോട് ആവശ്യപ്പെടും. സ്വാഭാവികമാണ്, അതെല്ലാ സംഘടനകളും അങ്ങനെ തന്നെയാണ്. ഈ നബിദിനത്തിന്റെ കാര്യത്തേക്ക് വന്നാൽ നമ്മളിപ്പോ നടക്കുന്ന ഈ നബിദിന പ്രോഗ്രാമുകള്, ഈ റാലികള്, ഇതൊക്കെ ഒരു അമിതമായി പോകുന്നു ചില സ്ഥലത്തെങ്കിലും എന്നുള്ള അഭിപ്രായം ഉണ്ടോ? ഒരു നിയന്ത്രണം പാലിക്കണം ഈ റാലികളിലൊക്കെ എന്നുള്ളൊരു അഭിപ്രായം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ട് അവിടെ ഒരു പിന്നെ വലിയ DJ ഇതൊക്കെ വെച്ച് ഡാൻസൊക്കെ അങ്ങനത്തെ ഒരു പ്രചരണം കണ്ടു. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടു. അപ്പം അങ്ങനെ ഒരു നിയന്ത്രണം വിട്ടുപോകുന്നു, അമിതമായി ആഹ്ലാദിച്ചു പോകുന്നു പ്രവാചകന്റെ ജന്മദിനത്തിൽ എന്നൊരു അഭിപ്രായം ഉണ്ടോ? ചില സ്ഥലത്ത് ഉണ്ടായിക്കൂടെ ചിന്തിക്കേണ്ടതാണ്. നമുക്കൊരു ചിട്ടയുണ്ട്, ആ ചിട്ടനെ പോകണ്ട. ചിട്ടയിൽ പോകണം. അതെ, ചിട്ടയിൽ പോകണം. അതാണ് മറികടക്കുമ്പോൾ അത് നിയന്ത്രിക്കണം. ആരാണ് ഇത് നിയന്ത്രിക്കേണ്ടത്? അതാണ് നിയന്ത്രിക്കേണ്ടത്. സമസ്തക്ക് നിയന്ത്രിക്കാനുള്ള ഒരു പരിധി ഉണ്ടല്ലോ. അതായത് മഹല്ല് കമ്മിറ്റികളാണ് ശരിക്കും നിയന്ത്രിക്കേണ്ടത്. ആ മഹല്ല് കമ്മിറ്റികളൊന്നും അത്തരം വിഷയങ്ങളിൽ കാര്യമായിട്ടുള്ളൊരു നിയന്ത്രണം ചിലവ് കൊടുക്കൂല. അവർക്ക് സന്തോഷം കേൾക്കാനോ അല്ലേ, ആഘോഷങ്ങളല്ലേ, ആഘോഷമാക്കാണല്ലോ. അപ്പോൾ ഇപ്പോൾ കല്യാണങ്ങളൊക്കെ തന്നൊക്കെ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു. തീർച്ചയായിട്ടും ചിലപ്പോൾ കമ്മിറ്റിക്കാരോട് അപ്പം അതൊക്കെ പല പ്രശ്നങ്ങളാണ്. അത് ആൾക്കാർ കാട്ടിക്കൊണ്ടാണ്, നമുക്ക് അനുബന്ധമുള്ളതല്ലോ. ഇപ്പൊ എവിടെ ജോലി ചെയ്യുന്നുണ്ടോ? ഇപ്പൊ എവിടെ ജോലി ചെയ്യുന്നുണ്ട്? ഞാനിവിടെ അറബി കോളേജ് ഉണ്ട്. അറബി കോളേജ് ഈ ചെമ്മാട് ദാറുൽ ഹിദാക്കാന്നല്ലേ, അതിന്റെ കീഴിലൊരു ബ്രാഞ്ച് കോളേജ് ഇവിടെ എടപ്പാൾ ദാറുൽ ഹിദായ നടത്തുന്നുണ്ട്. അത് സ്ഥാപനം മാണൂരാണുള്ളത്. ശരി. അതിൽ ഞാനിപ്പോൾ 10-20 വർഷമായിരിക്കും അവിടെയാണ്. അതിന്റെ എന്താണ്, എവിടെയാണ്? പ്രിൻസിപ്പാളാണ്. പറയല്ലേ പ്രിൻസിപ്പാൾ. ഞാൻ അവിടെ പോയി ഇപ്പം പത്തമാരി പോകണില്ല, 4 ദിവസം പോകും. അതെല്ലേ? ഇപ്പൊ ഫുള്ളായിട്ട് പോയിരുന്നു. പിന്നെ വേണ്ടാച്ചിട്ട് അങ്ങനെയൊക്കെയല്ലേ. പിന്നെ അവർ വിടുന്നാത്തത് കൊണ്ടും പിന്നെ ഞാൻ അവിടെ ഇരുന്നാൽ പിന്നെ രോഗിയാവുമല്ലോ. അതെ, ഈ സംഘടനാ പ്രവർത്തനം അതുപോലെയുള്ള പ്രവർത്തനങ്ങളെ കൊണ്ടൊക്കെ നമുക്കുണ്ടാകുന്ന ഗുണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. ഒരു ഊർജ്ജം ഉണ്ടാവും. ഈ പ്രോഗ്രാമുകളും കാര്യങ്ങളും ആളുകളായിട്ട് സംസാരിക്കും. നമ്മൾ ഇരുന്ന് പോയാൽ ഇരുന്ന് പോകും. ശരിയാണ് പറയുന്നത്. മക്കളായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരായിട്ട് പോയിട്ട് ക്ലാസ് എടുത്ത് അവരുടെ സംസാരം ഉന്മേഷം ഉണ്ടാവും. തീർച്ചയായിട്ടും അതൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പൊ സമസ്ത കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും സജീവമാണ് അല്ലേ? ഞാൻ കൂടുതൽ ബടി ഭാഗത്ത് പൊന്നാനി ഭാഗത്ത് എൻ്റെ ജോലി തന്നെ ആദ്യം പൊന്നാനി ഭാഗത്ത് എൻ്റെ ജോലി ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു. ചെറുവല്ലൂർ എന്ന് പറയും സ്ഥലം, ഇപ്പോൾ ചങ്ങളൂർ പോയിട്ട് അവിടെ ഞാൻ 35 വർഷം അവിടെ തന്നെയാണ് ഒറ്റ ദിവസം. അതല്ലേ? അതുകൊണ്ട് കൂടുതൽ ഈ ഭാഗത്താണ്. ഇങ്ങോട്ട് ഭാഗത്ത് ഈ പാലക്കാട് ഭാഗത്തേക്ക് വളരെ അപൂർവമായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതുവരെ നമ്മളോട് സംസാരിച്ചത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗം ഇസ്മായിൽ ഉസ്താദാണ്. അപ്പോൾ ശരി, ഞങ്ങളോട് ഇത്ര നേരം സംസാരിച്ചതിന് അള്ളാഹു എല്ലാ ദീർഘായുസ്സും ആഫിയത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.